നമ്മൾ വല്ലാത്തൊരു കുടുക്കിലാണ് പെട്ടിരിക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാരെ നമ്മളെ തുണി പിടിപ്പിച്ചു, എന്നിട്ട് അവരത് ഊരി, എന്നിട്ട് നമ്മൾ ഇതുവരെയായിട്ട് ഊരി. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാകും, സ്ത്രീകളുടെ ഇക്വാലിറ്റിക്ക് വേണ്ടി പോരാടുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സ് ഊരാൻ വേണ്ടി പോരാടുന്ന ഒരു യൂട്യൂബറെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇവിടെയുള്ള മനുഷ്യർ മര്യാദയ്ക്ക് തുണി കൊടുക്കാതെ ഫ്രീ ആയിട്ട് നടന്നപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ വിക്ടോറിയ മൊറാലിറ്റി ആയിട്ട് നമ്മളെല്ലാം തുണി പിടിപ്പിച്ചു. എന്നിട്ട് എന്ത് പറ്റി? അമാരിക്കാരി പോവുകയും ചെയ്തു. ഇയാളുടെ പേരാണ് മിസ്റ്റർ ഷർട്ടൂരാൻ. ജട്ടിയിടാണ് കറങ്ങി നടക്കുന്ന സ്ക്വാഡായ നാച്ചുറൽ സ്ക്വാഡിന്റെ മെമ്പറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പുതിയ മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഡ്രസ്സ് നിരോധിക്കണം. വസ്ത്രം ധരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് നാണം മറക്കാനാണെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് ഈ നാണം? എനിക്കൊന്ന് പറഞ്ഞു തരൂ പ്ലീസ്. നാണം എന്താണെന്നൊക്കെ ചോദിച്ചാൽ തനിക്കില്ലാത്ത നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ളതുമാണ് ഈ നാണം. ഒരു ദിവസം അണ്ണൻ ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡമ്പൽ വന്ന മണ്ടയിൽ വേണം. അന്ന് പോയ കിളികളാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അണ്ണൻ അന്ന് മുതൽ സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റുപ്പിഡിറ്റി 1080p വേർഷനിൽ കൊടുക്കാൻ തുടങ്ങി. അതിന്റെ പ്രതിഷേധമായിട്ടാണ് ഇയാളുടെ വീഡിയോസിലൊന്നും ഇയാളുടെ ഡ്രസ്സ് ഇടാത്തത്. ബ്രോ എപ്പോഴും ഇരുന്നോണ്ട് വീഡിയോ ചെയ്താൽ മതി, എഴുന്നേറ്റൊന്നും വീഡിയോ ചെയ്യില്ല ബ്രോ. താഴെയുള്ളത് കാണാനുള്ള ത്രാണി എനിക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, യൂട്യൂബിൽ ന്യൂഡിറ്റി അലോഡല്ല, കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് അണ്ണാക്കിൽ അടിച്ചു തരും. ഇയാളുടെ വീഡിയോസിനെക്കാളും കോമഡി ഇയാളുടെ വീഡിയോയിലെ ടൈറ്റിലാണ്. ഉടുതുണി ഊരാൻ മടിക്കുന്ന മലയാളി, സോറി ഉരിയാൻ മടിക്കുന്ന മലയാളി, വസ്ത്രത്തിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയ മലയാളി, മലയാളിയും മുലകളും. എന്തിന് വസ്ത്രം ധരിക്കണം? മുല മറയ്ക്കാനല്ല മുലക്കച്ച കിട്ടുന്നത്. ബ്രോ വൈ ആർ യു സോ ഒബ്സെസ്ഡ് വിത്ത് ബൂബ്സ് ബ്രോ? സ്വന്തം ഗോത്രത്തിലെ പെൺകുട്ടികൾ മറ്റ് ഗോത്രത്തിലുള്ള പുരുഷന്മാരുമായിട്ട് ബന്ധം ഉണ്ടാക്കാതിരിക്കാൻ രാത്രി ഇറങ്ങി പോകണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കാലിൽ കൊലുസിട്ടിരിക്കുന്നത്. ഇറങ്ങി പോകുമ്പോൾ കാലിൽ സൗണ്ട് കേൾക്കുമല്ലോ, അതിനു വേണ്ടിയാണ് ഈ കൊലുസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്റെ അമ്മോ, കേരളത്തിൽ നിന്ന് ഇത്രയും ഐക്യമുള്ള യൂട്യൂബർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി പെണ്ണുങ്ങൾ ഒളിച്ചോടുമ്പോൾ സൗണ്ട് കേൾക്കാനാണ് ഇത്ര കൊലുസിട്ട് കൊടുക്കുന്നത്. ഈ കൊലുസ് കാലുമായിട്ട് വെൽഡ് ചെയ്തിട്ടല്ലോ വെച്ചിരിക്കുന്നത്, അഴിച്ചിട്ട് ഒളിച്ചോടിയ പോലെ. ഇങ്ങനെ പോവാണെങ്കിൽ ഇയാൾ നാളെ വന്ന് പറയും പണ്ട് പെണ്ണുങ്ങൾ ഒളിച്ചോടാതിരിക്കാൻ പെണ്ണുങ്ങളെ നാട കൊണ്ട് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് അതിനെ സാരിയാക്കി മാറ്റിയത്. ഇയാളുടെ വീഡിയോ കാണുന്ന മുമ്പ് നമ്മൾ നമ്മുടെ ബ്രെയിൻ എടുത്ത് കുപ്പത്തട്ടി കൊണ്ടുവന്നു. ഒരു ദിവസം ബ്രോ അമ്മയോട് രാവിലെ പാല് കാച്ചി തരാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു പണിക്ക് പോയില്ലെങ്കിൽ പാല് കാച്ചി തരില്ലാന്ന്. അപ്പം മുതലാണ് യൂട്യൂബിലൂടെ പാലിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. അതിലൊരു മൈലുമില്ല, മറ്റു ഭക്ഷണങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു മൈലും പാലിൽ ഇറങ്ങിയിട്ടില്ല. പാല് വളർന്നു വലുതായ ജീവികൾ പിടിക്കുന്നത് അനാവശ്യമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും മൃഗങ്ങളുടെ പാലും പാലുൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കും. എടോ മിസ്റ്റർ ഷർട്ടൂരൻ, താനിപ്പോ 3 നേരം അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോട്ടീൻ പൗഡറിലടക്കം പാലിന്റെ സബ്സ്റ്റൻസ് ഉണ്ട്. പാല് ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ താൻ എന്തുരുട്ടി മസിൽ ഉണ്ടാക്കും. ഇയാൾ ഒരു വീഡിയോയിൽ ഒന്ന് മൃഗങ്ങളോട് വലിയ എമ്പതി കാണിക്കുന്ന പോലെ സംസാരിക്കും, എന്നിട്ട് അടുത്തൊരു ഫിറ്റ്നസ് വീഡിയോയിൽ ഒന്ന് ഇയാൾ തന്നെ പാല് കുടിക്കാൻ പറയും. പാലുൽപ്പന്നങ്ങളും മുട്ടയും മികച്ച പ്രോട്ടീന്റെ സ്രോതസ്സുകളാണ്. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും മികച്ച പ്രോട്ടീന്റെ ഉറവിടമാണ് ഈ മുട്ടയും പാലും. ഡുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ തലയ്ക്ക് പിടിച്ച വേറൊരു രോഗിയെ കൂടി നമ്മൾ യൂട്യൂബ് സമൂഹത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. പേപ്പട്ടി ഗുളിക 2 ഔൺസ് വീതം പാല് കലക്കി ഉറങ്ങുന്നതിന് മുമ്പ് അടിച്ചാൽ മതി, ഈ അസുഖം മാറിക്കോളും. കാരണം പാല് കുട്ടികൾക്കുള്ളതാണ്. ഇപ്പൊ പശുവിന്റെ പാല് പശുവിന്റെ കുട്ടിക്കുള്ളതാണ്. ആ കുഞ്ഞു ജീവികളെ അതിന്റെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് അവർ കുടിക്കേണ്ട പാല് അവർക്ക് കൊടുക്കാതെ നമ്മൾ ഊറ്റി കുടിക്കുന്നത്. ബ്രോ, പശുവിന്റെ കുട്ടിക്കൊക്കെ കൊടുത്ത് ബാക്കി വന്ന പാലാണ് നമ്മളെടുത്ത് കുടിക്കുന്നത്. അല്ലാണ്ട് പശുവിന്റെ കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ചവിട്ടി മാറ്റി നമ്മളെടുത്ത് കറക്കല്ല ചെയ്യുന്നത്. പാല് പശുവിനുള്ളതാണെങ്കിൽ താൻ 3 നേരം ഉരുട്ടിക്കയറ്റുന്ന ഈ മുട്ടയും മീറ്റൊക്കെ ആ ജീവികളുടെ തന്നെയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇയാൾ നാളെ വന്ന് പറയും തെങ്ങുന്നാരും തേങ്ങയിടരുത്, തേങ്ങ തെങ്ങിനുള്ളതാണ്. തെങ്ങിന്റെ ഭാവി സന്തതിയെ നമ്മൾ സംരക്ഷിക്കണം. ലോകത്തുള്ള ജീവികൾ ഏതെങ്കിലും ഒരു ജീവി വളർന്നു വലുതായിട്ടും പാല് കുടിക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതൊരു വെല്ലുവിളിയാണ്. ഒരു ജീവി അങ്ങനെ പൂച്ച, പട്ടി, പാമ്പ്, അണ്ണരക്കണ്ണ അങ്ങനെ ഒരുപാട് ജീവികൾ വളർന്ന് വലുതായിട്ടും പാല് കുടിക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുത്തിട്ടല്ലേ കുടിക്കുന്നത് വെച്ചാൽ അതെ കൊടുത്തിട്ട് തന്നെ കുടിക്കുന്നത്. അവർക്ക് പിന്നെ കറക്കാറില്ലല്ലോ. മിതമായ അളവിൽ മദ്യം കഴിക്കുന്നത് കൊണ്ട് ചില ആരോഗ്യ ഗുണങ്ങളുണ്ട്. സ്ത്രീകളാണെങ്കിൽ ഓരോ ദിവസവും ഒരു പാനീയവും, പുരുഷന്മാരാണെങ്കിൽ ഓരോ ദിവസവും 2 പാനീയവും വെച്ച് കഴിക്കുന്നത് നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങളും സ്ട്രോക്കും വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇയാളൊരു വെറൈറ്റി മനുഷ്യൻ തന്നെ. മദ്യത്തിന് പ്രൊമോട്ടും ചെയ്യും, പാലിനെ നിരോധിക്കാനും പറയും. പാല് കൊണ്ട് പശുക്കളുടെ ജീവിതം നഷ്ടപ്പെട്ട മാത്രമാണ് ഇയാൾ കാണുന്നത്. മദ്യം കൊണ്ട് മനുഷ്യന്മാരുടെ ജീവിതം നഷ്ടപ്പെട്ടൊന്നും ഇയാൾ കാണുന്നില്ല. ഞാൻ എൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ്. എൻ്റെ പുതിയ പേര് ഷർട്ടൂരാൻ എന്നാണ്. നാട്ടുകാർ പറഞ്ഞു മാറ്റിച്ചില്ലേ? നല്ല തീരുമാനം. എന്തുകൊണ്ട് താങ്കൾക്ക് ഈ പേരാണ് യോജിക്കുന്നത്? കാരണം ഞാൻ ഇനി ഷർട്ട് ഇടുന്ന പ്രശ്നമേ ഇല്ല. അത് ഞങ്ങൾക്ക് പണ്ട് മുതലേ അറിയാലോ. ഇതെന്റെ ശരീരം, എന്റെ അപ്പർ ബോഡിയാണ്. അപ്പർ ബോഡി ഇതിൽ എന്താണ് വൃത്തികേട്, ഇതിൽ എന്താണ് മോശം, ഇതിൽ എന്താണ് നാണം, അതൊന്ന് പറഞ്ഞു തന്നാണ്. ബ്രോ, ഈ നാണെന്നുള്ള വികാരം അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഇതെന്റെ ശരീരമാണ്, ഞാൻ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു വൃത്തികേടും ഇല്ല. ഇതേടയിലൊക്കെ ഒന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞേ ബ്രോ. അപ്പർ ബോഡി ഇതിൽ എന്താണ് വൃത്തികേട്, ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല, പോയി ഷർട്ട് ഇടാ. ഇനി കണ്ണ് പൊത്തി ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നാട്ടുകാരെങ്ങനെ പലതും പറയും ബ്രോ. ബ്രോ ആണെങ്കിൽ ബ്രോ ഞങ്ങളാണ്ടോളാം. ഇന്നും ഇവിടുത്തെ സ്ത്രീകൾ കടലിൽ കുളിക്കാറുള്ളത് സാരി ഉടുത്തും ചുരിദാർ ഉടുത്തുമാണ്. ഒരു മലയാള സ്ത്രീ പോലും ബിക്കിനി ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ബ്രോയുടെ പ്രശ്നം മനസ്സിലായത്. ബ്രോ പണ്ട് ഒരുപാട് ബീച്ചിൽ കുളിസിയും കാണാൻ പോയിട്ടുണ്ട്, പക്ഷേ ഒരു മലയാള സ്ത്രീ പോലും ബിക്കിനി ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിനെതിരെ ഡ്രസ്സില്ലാതെ വീഡിയോ ഇട്ട് പ്രതിഷേധിക്കുകയാണ് ഈ ബ്രോ. മലയാള സ്ത്രീകൾ ബിക്കിനി ഇട്ട് കാണുന്നത് ഒരു അണ്ണന്റെ പ്രതിഷേധം അണ്ണൻ തുടർന്നുകൊണ്ടേയിരിക്കും. നാച്ചുറൽ സ്ക്വാഡിന്റെ ബിക്കിനി വിപ്ലവത്തിൽ എന്റെ ചാനലിന്റെ വക എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. പൊട്ടത്തരത്തിന് ഒരു അവാർഡ് ഷോ ഉണ്ടെങ്കിൽ ആ അവാർഡ് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളായിരിക്കും മിസ്റ്റർ ഷർട്ടൂരാൻ. ഇയാൾ എന്താ പറയുന്നത്? ഇയാൾക്ക് തന്നെ ഒരു ബോധമില്ല. റീച്ചിന് വേണ്ടി ഒരു സെൻസ് ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ ഉരുട്ടി വിടുക. ഇതൊക്കെ കൊണ്ടാണ് കാരണം ഒരു പണ്ടേ എഴുതി വെച്ചിട്ടുള്ളത് ബോഡിക്ക് മാത്രമല്ല വല്ലപ്പോഴും ബുദ്ധിക്കും കൂടി വർക്കൗട്ട് കൊടുക്കണമെന്ന്. മുലക്കച്ച കെട്ടിയ സ്ത്രീകൾ, ഈ സ്ത്രീകൾ മുലക്കച്ച കെട്ടുന്നത് മുല മറയ്ക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ മുല മറയ്ക്കാനല്ല മുലക്കച്ച കെട്ടുന്നത്. പിന്നെന്തിനാ നാസയുടെ പുതിയ മിസൈൽ വിക്ഷേപിക്കാനാണോ മുലക്കച്ച കെട്ടുന്നത്? സ്ത്രീകളെല്ലാം കളരി അഭ്യസിച്ചിരുന്നു. അപ്പോൾ ഈ സ്ത്രീകൾ കളരി പരിശീലിക്കുമ്പോൾ എന്ത് പറ്റും? അതുകൊണ്ട് അങ്ങോട്ട് മൂവ് ആകുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും.
അപ്പോൾ ആ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനാണ് അവർ ഈ മുലക്കച്ച കെട്ടുന്നത്. അതായത് ഈ മുലയെ കെട്ടി നല്ല ടൈറ്റ് ആക്കി വെക്കുന്നത്. അപ്പോൾ അവർക്ക് ഏത് മൂവ്മെന്റ് ഉള്ള കളരിയിലുള്ളത് അനായാസം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയാണ് സ്ത്രീകൾ മുലക്കച്ച കെട്ടിയിരുന്നത്. അതെ, ഇയാൾ പറഞ്ഞത് 100% ശരിയാണ്. പണ്ടത്തെ ആണുങ്ങളൊക്കെ ജട്ടില്ലാതെ നടന്ന ആളുകളായിരുന്നു. പിന്നെ അവർ കളരി പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ ചുക്കാമണി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റാണ്ട് പിന്നെ അവന് ജട്ടിയിട്ട് ശീലിപ്പിച്ചതാണ്. ഈ ഗൗതമൻ ബുദ്ധനാവാനുള്ള കാരണം ഈ ഗൗതമന്റെ അച്ഛനാണ്. ഇത് ഒരച്ഛന് പറ്റിയ തെറ്റ്. മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് രാവിലെയൊക്കെ ഇങ്ങനെ വന്നിരിക്കും കണ്ണുടച്ച്. അതിന്റെ ഒന്നും ആവശ്യമില്ല. മെഡിറ്റേഷൻ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനായാലും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ കുളക്കടയിൽ പോയിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം കുളക്കളവിൽ പോയി തൂറായിരിക്കുന്നതല്ല മെഡിറ്റേഷൻ. കുളക്കടവിൽ ഇരുന്നിട്ട് ഓരോ കല്ലെടുത്ത് വെള്ളത്തിൽ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മളെല്ലാവരും ചെയ്യുകയാണ്. അല്ല രാവിലെ 4 മണിക്ക് ഉറക്കണീറ്റിരുന്ന് കണ്ണു അടച്ച് ഇങ്ങനെ ഇരുന്ന് അഭിനയിക്കുന്നു വേണ്ട. വിവരമില്ലായ്മ തന്റെ ഒരു കുറ്റമല്ല, സമ്മതിച്ചു. പക്ഷെ അതിനൊരു അഹങ്കാരമായി കാണരുത്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിലെ ചിന്തകളെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൺസിസ്റ്റന്റ് ആയി ഒരു 60 ദിവസം ചെയ്താലാണ് അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങും. അല്ലാണ്ട് വിഷം വരുമ്പോൾ ഏതെങ്കിലും ഒരു കുളക്കടവിൽ പോയി മോങ്ങുന്നതല്ല മെഡിറ്റേഷൻ. സ്ത്രീകളെ വേറെ പുരുഷന്മാർ കണ്ട് അവരവിടെ പോകുന്നു അല്ലെങ്കിൽ അവർ തട്ടിക്കൊണ്ട് പോകുന്നു പേടിച്ചാണ് ആ സ്ത്രീകളെ പുറത്ത് ഇറക്കാതിരിക്കാനാണ് ഈ അടുക്കള ഏറ്റവും പുറകിലാക്കിയിരിക്കുന്നത്. അതാകുമ്പോൾ അവർ അവിടെ തന്നെ ഒതുങ്ങിയും കൂടുമല്ലോ അവരുടെ ജീവിതത്തിൽ. ബ്രോ പൊട്ടത്തരം വിളിച്ച് പറയണതിനൊരു അതിരില്ലേ ബ്രോ. ബ്രോ വീട് വയ്ക്കുമ്പോ അടുക്കള വീടിന്റെ സിറ്റ് ഔട്ട് കൊണ്ടുവച്ചു. വീട്ടിൽ വരുന്ന ഗസ്റ്റിന്റെ കണ്ണാക്കിലിട്ട് പൊട്ടിക്കാൻ കടുക് പോകണ്ട, അവനെ കരിച്ച വിട്ടാക്കാം. അടുക്കളയിൽ എപ്പോഴും പൊട്ടലും ചീറ്റിലും കുക്ക് ചെയ്യുന്ന സൗണ്ടും പൊല്യൂഷൻ നോയ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അടുക്കളയെ വീട്ടിന്റെ ബാക്ക് കൊണ്ടുവയ്ക്കുന്നത്. അറിയില്ലെങ്കിൽ കുറച്ച് സ്റ്റഡി ചെയ്ത് വന്ന് മനസ്സിലാക്കി വന്ന് വീഡിയോ ചെയ്യും ബ്രോ. അല്ലാണ്ട് എല്ലാ പ്രശ്നവും കൊണ്ട് മതത്തിന്റെ ഇന്നിക്വാലിറ്റിയും തലയിലിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കല്ലേ ബ്രോ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ ഒരുപാട് സ്ത്രീകളെ പ്രപ്പോസ് ചെയ്തു. അവരെല്ലാവരും എന്നെ റിജക്ട് ചെയ്തു. വെറുതെ ബ്രോയ്ക്ക് സ്ത്രീകളോട് ഇത്രയും ദേഷ്യം. നിങ്ങൾ ഇന്നേ വരെ കാണാത്ത ഒരു വെറൈറ്റി 18+ ഇൻസ്റ്റാഗ്രാം റോസ്റ്റ് വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.